വളരെ കൃത്യമായി പറയുന്നു. ബൈബിളിൽ പാപത്തിന്റെ ആരംഭം കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്താണ് പാപത്തിന്റെ ആരംഭം? മനുഷ്യനെ ഏറ്റവും നല്ലവനായി, ഏറ്റവും നീതിയുള്ളവനായി, ഏറ്റവും നല്ല മനസാക്ഷിയുള്ളവനായി, ഏറ്റവും സൗന്ദര്യമുള്ളവനായി, ഏറ്റവും ആരോഗ്യമുള്ളവനായിട്ടാണ് സർവേശ്വരനായ ദൈവം സൃഷ്ടിച്ചത്. നിർഭാഗ്യവശാൽ മനുഷ്യനെ പിശാച് സ്വാധീനിച്ചു. എന്താണ് പിശാച്? ആളുകൾ പറയുന്ന ഒരു കറുത്ത രൂപം. തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കാം, പക്ഷേ ആരും കണ്ടിട്ടില്ല. എന്നാൽ ആ രൂപമല്ല അതിന്റെ പിന്നിലെ, അതൊരു സ്പിരിറ്റാണ്, ഒരു ആത്മാവാണ്. എന്താണ്? ദൈവത്തോട് മത്സരിച്ച, ദൈവത്തിന്റെ പദ്ധതികളോട് മത്സരിച്ച, ദൈവത്തിന്റെ ഹിതത്തോട് മത്സരിച്ച ആ ഒരു ശക്തിയുടെ പേരാണ് പിശാച് എന്നുള്ളത്. ഇന്നും ലോകത്തിൽ എങ്ങനെയാണ്? മനുഷ്യനെ ദൈവം നല്ലവനായി സൃഷ്ടിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെതായി തീരണം, ദൈവത്തിനൊപ്പം ജീവിക്കണം, ദൈവിക സമാധാനം കുടുംബങ്ങളിലും വ്യക്തികളിലും ഉണ്ടാകണമെന്ന് കരുതി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും മനുഷ്യനെ സ്വാധീനിച്ച് മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. അവനെ ചികിത്സ കൊണ്ട് പരിഹരിക്കാൻ കഴിയത്തില്ല. ആ ചികിത്സ കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ആ ശക്തിയെ ജയിക്കുവാൻ ദൈവം തന്നെ ഒരു മാർഗമുണ്ടായി. പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൽ അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾക്കറിയാം, ഈ ബൈബിൾ പറയുന്നത് റീകൺസിലേഷൻ എന്നുള്ള പദമാണ്. ഒടിഞ്ഞുപോയ, മുറിഞ്ഞുപോയ ബന്ധം തിരിച്ചു വരണം. എങ്ങനെ സംഭവിക്കും? അതിന് മനുഷ്യൻ തന്നെ കുറെ മാർഗങ്ങൾ കണ്ടെത്തി. ദൈവത്തിലേക്ക് തിരിച്ചു വരണമെന്ന് മനുഷ്യനെ അറിയാം. മനുഷ്യനോളം, ദൈവത്തോളം വലിപ്പമുള്ള ഒരു ശൂന്യത മനുഷ്യന്റെ ഉള്ളിലുള്ളത് കൊണ്ട് മനുഷ്യനറിയാം ദൈവത്തിലേക്ക് തിരിച്ചു വരാതെ പരിഹാരമില്ല. അതിന് മനുഷ്യൻ അവന്റെ ഇഷ്ടം അനുസരിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ ദൈവം തന്നെ ഇതിനൊരു ക്രമീകരണം ചെയ്തു. ഞങ്ങളുടെ ഈ കൊച്ചു വാക്കുകൾ അവസാനിപ്പിക്കേണ്ട സമയം ആഗതമായതുകൊണ്ട് വേഗം തന്നെ ഞാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായി അറിയേണ്ടതിന്, മനുഷ്യ സമൂഹത്തിന് നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾക്കൊരു മോചനം ആവശ്യമാണ്. നിങ്ങളുടെ മോചനത്തിന് ദൈവം തന്നെ ഉണ്ടാക്കിയൊരു ക്രമീകരണമുണ്ട്. ആ ക്രമീകരണം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞെന്റെ വാക്കുകൾക്ക് അടിവരയിടുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ മനുഷ്യന് ദൈവത്തിലേക്ക് മടങ്ങി വരണം. ദൈവത്തോട് അകന്നുപോയി, അതായത് വെളിച്ചത്തിലായിരുന്ന മനുഷ്യൻ ഇരുട്ടിന് അധീനമായി. ദൈവത്തിന്റെ വചനമെന്ന് പറയുന്ന തിരുവചനം, ബൈബിൾ പറയുന്നത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ്സ് നഷ്ടപ്പെടുത്തി. ഇപ്പോൾ മനുഷ്യൻ നികൃഷ്ട ബുദ്ധിയിലാണ്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പത്രം വായിച്ചു നോക്ക്. നമുക്കറിയാം, നമ്മുടെ നാടിനെ ഈ ദിവസങ്ങളിൽ നടുക്കിയ കൊലപാതകങ്ങൾ ഇവിടെയെല്ലാം പോസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. കലയുടെ ഘാതകരെ അറസ്റ്റ് ചെയ്യണം. കൊലപാതകങ്ങൾ എന്തോ ഒരു കാര്യങ്ങളാ ചെയ്യുന്നത്. അമ്മയും മക്കളും ഒരുമിച്ച് ജീവിച്ച അമ്മയെ കൊല്ലാൻ, അച്ഛനെ കൊല്ലാൻ, മകനെ കൊല്ലാൻ, ഭർത്താവിനെ കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത തരത്തിൽ മനുഷ്യൻ വലിയ കഴിവുള്ളവനായി മാറി. ആ കഴിവ് പാപത്തിന്റെ കഴിവാണ്. ഇത്തരം ദുഷ്കൃത്യത്തിൽ നിന്ന് മനുഷ്യന് മോചനം നേടേണ്ടതിന് ദൈവം തന്നെ ഒരു സംവിധാനം ഉണ്ടാക്കി. അതാണ് ഞങ്ങളുടെ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിന്, മനുഷ്യന്റെ സമാധാനത്തിന് ഏക മാർഗമായി ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ, ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെയും നിങ്ങളെയും പോലെ കേവലം മനുഷ്യനായി, അമ്മയുടെ ഒരു മകനായി ജനിച്ച് മനുഷ്യനായി ഈഹത്തിലേക്ക് വന്നു. ആമേൻ. നമുക്കറിയാം, നിങ്ങളൊക്കെ വായിച്ചിട്ടും കേട്ടിട്ടുമുണ്ട്. പൊൻകുന്നം വർഗീയാശാൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ മലയാള സാഹിത്യകാരന്റെ ഭാഷയിൽ മർത്യന് വേണ്ടി മരക്കുരിശേന്തുവാൻ യെരൂശലേമിന്റെ പ്രിയപുത്രനായി യേശുക്രിസ്തുവിലേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിച്ചു. എന്തിന് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു? മനുഷ്യനെ രക്ഷിപ്പാൻ മനുഷ്യൻ ആവശ്യമാണ്. മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യനായ ഒരാൾ വേണം. പക്ഷേ എല്ലാ മനുഷ്യരുടെയും രക്തം പാപമംഗിലമാണ്. മനസാ വാചാ കർമ്മണ പാപികളായ മനുഷ്യനെ രക്ഷിപ്പാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. എന്നാൽ മനുഷ്യൻ രക്ഷിപ്പാൻ വരണം. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ചു. നിങ്ങളൊരു പക്ഷേ ടോൾസ്റ്റോയുടെ ഏറ്റവും പ്രസിദ്ധമായ സാഹിത്യകൃത മാൻ ബിക്കം ഗോഡ് എന്ന് പറയുന്ന ടോൾസ്റ്റോയുടെ പ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യനായി ദൈവം അവതരിച്ചു. ഇന്നേക്ക് 2024 നിങ്ങളുടെ കടകളിലും റൂമുകളിലും വീടുകളിലുമൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന കലണ്ടറിൽ നിന്ന് 2024 എന്ന ഈ ദിവസം ജൂലൈ മാസം 29 എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് 7 മാസം
ദിവസവും 29 ദിവസത്തിനു മുമ്പ് യേശു ക്രിസ്തു ഈ ഹെൽത്തിൽ വന്ന് ജനിച്ചു. ഇത് ചരിത്രമാണ്. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടാക്കി തിരിച്ചുകൊണ്ട് ഭൂമിയുടെ മധ്യസ്ഥാനമായ പാലസ്തീനിൽ യേശു മർത്യന് വേണ്ടി ഇറങ്ങി വരുവാനിടയായി. പ്രിയമുള്ളവർ, അവൻ വരിക മാത്രമല്ല, നമ്മളെല്ലാം കരുതുന്നത് പോലെ യേശുവിനെ ആരോ പിടിച്ച് ക്രൂശിച്ചതല്ല കേട്ടോ. എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി ഈ ഭൂമിയിലെ മനുഷ്യനായി ജനിച്ച മനുഷ്യന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി, പാപപരിഹാരത്തിനായി രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, രക്തച്ചൊരിച്ചിലൂടല്ലാതെ വിമോചനമില്ല എന്ന ദൈവത്തിന്റെ പ്രമാണത്തെ നിവർത്തിക്കേണ്ടതിന് യേശു യുഗത്തിലേക്ക് വന്നു. എനിക്കും നിങ്ങൾക്കും, നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ മനുഷ്യനാണോ? നിങ്ങൾ മനുഷ്യനാണെങ്കിൽ നിങ്ങൾ പാപത്തിലാണ്. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് രക്ഷ ആവശ്യമാണ്. എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി യേശു ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന് വേണ്ടി മരക്കുരിശിൽ മരിപ്പാനിടയായി തീർന്നു. ആ യേശുവിന്റെ മരണം എന്റെ പാപത്തിന്റെ പരിഹാരമാണെന്ന് ഹൃദയം കൊണ്ടൊരാൾ വിശ്വസിച്ചാൽ അവരാരായിക്കൊള്ളട്ടെ, സ്ത്രീയോ പുരുഷനോ, കറുത്തവനോ വെളുത്തവനോ, ഉയർന്നവനോ താണവനോ, കുചേലനോ കുബേരനോ ആരുമാകട്ടെ, നിങ്ങൾ മനുഷ്യനായി ആണെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ടാണ്, നിങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ടാണ്, നിങ്ങളുടെ ശാപങ്ങളെ മാറ്റുവാനാണ് യേശു മരിച്ചത്. ഈ പ്രകൃതി ഒരു നിത്യസത്യമായിരിക്കുന്നത് പോലെ ഇതും ഒരു സത്യമാണ്. ചില ആളുകളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കുകയില്ല. നമുക്കറിയാം, ഈ ഭൂമണ്ഡലത്തിൽ ധാരാളം ഗ്യാസസ് ഉണ്ട്. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. എന്നാൽ നമുക്ക് ജീവശ്വാസം, നമുക്ക് ജീവൻ നൽകുന്ന ഒരൊറ്റ ഒരു കാര്യമേ ഉള്ളൂ, അതുല്യമായ ഒന്നേ ഉള്ളൂ, അത് ഓക്സിജനാണ്. ഒരാൾ പറയുകയാണ് ഞങ്ങൾ ഇനി മുതൽ ഓക്സിജൻ ശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു പോകും. ഇതുപോലെ മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ഒരേ ഒരു മാർഗം ദൈവത്തിന്റെ വചനമായ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിപ്പാൻ ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. യേശു ക്രിസ്തു, യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. അവൻ മനുഷ്യരുടെ പാപം